കായികമായി അധ്വാനിക്കാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് കഴുത്തുവേദന അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്കലി ജോലികളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ മെന്റലി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പറഞ്ഞു വരുന്നത് മെന്റൽ സ്ട്രെസ്. നമ്മൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്സിനും നമ്മുടെ ആ ബോഡി പെയിൻസിനും, പ്രത്യേകിച്ച് നെക്ക് പെയിനും ഡയറക്ട്ലി റിലേഷൻ ഉണ്ട്. കാര്യം, നമ്മൾ മെന്റൽ സ്ട്രെസ്, ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന മെക്കാനിസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന്റെ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസ് മെല്ലെ സ്റ്റിഫായി വരാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ നെക്ക് മസിൽസ് ഒക്കെ സ്റ്റിഫ് ആവുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കഴുത്തുവേദനയും അതിനോടനുബന്ധിച്ചുള്ള ഒരു പക്ഷേ സെർവിക്കോജനിക് ഹെഡേക്ക് അതുപോലെ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. കാര്യം, ആ ഫിസിക്കലായിട്ട് വന്നിട്ടുള്ള ആ ഒരു അഡാപ്റ്റേഷനെ മാനേജ് ചെയ്തുകൊണ്ട് ആ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഇലക്ട്രോതെറാപ്പി, മാനുവൽ തെറാപ്പി, അതുപോലെ ജനറൽ റിലാക്സേഷൻ ടെക്നിക്സ്, ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് പലപ്പോഴും കിട്ടണം എന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തും കൂടെ ഫോക്കസ് ചെയ്താലേ നമുക്കതിൽ ഒപ്റ്റിമം റിസൾട്ട് കിട്ടും. താങ്ക് യു.